എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. ഈ ആഴ്ചയിലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് രണ്ടും തന്നെ എനിക്ക് ലാലേട്ടൻ്റെ ഒരു മാസ് സിനിമ കണ്ട ഫീലാണ് എനിക്കുണ്ടായത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലാണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മസ്താനി ഔട്ടായപ്പോൾ ഇന്നലെ ആര്യൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഒറ്റ സീൻ കൊണ്ട് ഇന്നലത്തെ എപ്പിസോഡ് ആര്യം കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ ഒരാൾ ഔട്ടാവുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇറക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മസ്താനി ഔട്ടായപ്പോൾ ലക്ഷ്മി ഒഴിച്ച് ആ വീട്ടിൽ വേറെ ആർക്കും ഒരു വിഷമമുള്ളതായിട്ടും ഇന്ന് തോന്നിയിട്ടില്ല. നമുക്കും സന്തോഷം തന്നെയാണ്, പ്രേക്ഷകരായി നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചത് തന്നെയാണ് മസ്താനി ഔട്ട് ആവണമെന്ന്. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. പിന്നെ പ്രവീൺ ഔട്ടായപ്പോൾ ഞാനും ഒന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സാബുമോനെ പോലുള്ള ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പ്രവീണിനെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഔട്ടാക്കി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിരുന്നു. പ്രവീൺ ഇപ്പോൾ അത്യാവശ്യം കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും കുറച്ച് ഗെയിമിലൊക്കെ ഇൻവോൾവ് ആവുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് മുന്നോട്ട് വരാനായിട്ടുള്ളൊരു ഗെയിം പ്ലാനൊക്കെ ആളുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രവീണിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടാക്കിയപ്പോൾ എനിക്കും അതിലൊരു ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി ഈ സീസണിൽ ഒരു പരാജയം തന്നെയാണ്. ഇപ്പോൾ 2 പേര് ഔട്ടായിട്ടുണ്ട്. ഇനി 3 പേര് അവിടെയുണ്ട്. അതിൽ ജിഷിൻ ഒഴിച്ച് ബാക്കി 2 പേരെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല. ബാക്കി 2 പേരും ഉടനെ തന്നെ പുറത്താകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാം. ജിഷിനെ ഉള്ളൂ ഇച്ചിരി കുറച്ച് ദിവസം പിടിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒനീലിൻ്റെ അമ്മ വിളിച്ചിരുന്നു. അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ആ അമ്മയുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ ഒനീലിന് വളരെയധികം ആശ്വാസവും സമാധാനവും നൽകിയിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിക്ക് ഇതുപോലൊരു മോശം ദിവസം അല്ലെങ്കിൽ വിഷമജനകമായൊരു ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഔട്ടാകുമോ എന്നുള്ളൊരു പേടിയും പുറത്ത് എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാൻ വയ്യാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു ലക്ഷ്മിയാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. അഹങ്കാരമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താണ് ലക്ഷ്മിയുടെ പുതിയ ഗെയിം പ്ലാൻ എന്ന്. ഇപ്പം മസ്താനിയുമായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ആയിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ഇനി എന്താണ് ലക്ഷ്മിയുടെ ഒറ്റയ്ക്ക് നിന്നുള്ളൊരു ഗെയിം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ലക്ഷ്മി തൻ്റെ തെറ്റ് റിയലൈസ് ചെയ്ത് ഒനീലിനോട് സോറി പറഞ്ഞിരുന്നു. ഒനീൽ ആവശ്യപ്പെട്ട അതേ രീതിയിൽ തന്നെയാണ് ലക്ഷ്മി സോറി പറഞ്ഞതും. അതും ലാലേട്ടൻ അപ്രിഷ്യേറ്റ് ചെയ്തു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. തെറ്റ് ചെയ്യുമ്പോൾ അത് റിയലൈസ് ചെയ്ത് അതിന് സോറി പറയുക എന്നുള്ളത് തന്നെയാണ് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് അതെനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ആര്യനും റെനയുമായിട്ട് പുതിയൊരു കണ്ടന്റ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതെന്തായാലും എന്താവും എന്നൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അതോ ഇനി അത് ഈ ഒരു ആഴ്ചത്തേക്കുള്ളൊരു കണ്ടന്റ് ആണോ, ലാലേട്ടൻ വരുന്ന ദിവസങ്ങളിൽ ഫയർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടന്റ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.